നല്ല ചൂട് നല്ല ചൂട്. ഒരു ഇലുമിനേഷൻ ലൈറ്റ് നമുക്ക് കാണാം. ഈ രണ്ടിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസം. ഇത് അങ്ങനെ വീട്ടിക്കൊണ്ടിരുന്നത് ഞങ്ങൾ ആദ്യം കിട്ടി. പിന്നെയാണ് സംഭവം മനസ്സിലായത്. ഹായ് ഫ്രണ്ട്സ്, വിഷ്ണു ടൈം വ്ളോഗ്സിന്റെ പുതിയൊരു ട്രാവൽ എക്സ്പീരിയൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു യാത്രയിൽ എന്റെ കൂടെ ഇപ്പോൾ ഉള്ളത് എന്റെ ഫ്രണ്ടായ സിജിനും ഫാമിലിയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുബായിലെ തിരക്കേര നൈറ്റ് ഫുഡ് സ്ട്രീറ്റിൽ. ഇവിടെ എല്ലാ രാജ്യങ്ങളുടെയും പലതരത്തിലുള്ള ഫുഡ് അവൈലബിൾ. ഈ ഒരു സ്ട്രീറ്റിന്റെ പേരാണ് ഹാപ്പിനെസ് സ്ട്രീറ്റ്. ഇത്രയും തിരക്കിന്റെ കാരണം എന്തെന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത് അല്ലേ? വേറൊന്നും കൊണ്ടല്ല, ഈ നൈറ്റ് ഫുഡ് സ്ട്രീറ്റ് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ ഗ്ലോബൽ വില്ലേജിന്റെ അകത്തായതുകൊണ്ടാണ്. ഗ്ലോബൽ വില്ലേജ് സീസൺ 30 2025 ഓപ്പൺ ആയ സാഹചര്യത്തിലാണ് ഇത്രയും തിരക്കിന് ഇവിടെ. ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ 30 ദിർഹമാണ്. 3 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കും 65 വയസ്സിന് മുകളിലുള്ള പ്രായമുള്ളവർ ഇവിടെ എൻട്രി ടിക്കറ്റ് ഫ്രീ ആണ്. നമ്മൾ ഇതിനകത്ത് എൻ്റർ ആയി കഴിഞ്ഞാൽ നമുക്ക് നിരവധി പാവലോൺസ് ഇവിടെ കാണാം. പല രാജ്യങ്ങളുടെ പാവലോൺസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നതാണ്. നമ്മൾ എൻട്രാകുമ്പോൾ തന്നെ ഗ്ലോബൽ വില്ലേജിനകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള ഒരു സൈൻ ബോർഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. അതെല്ലാ രാജ്യങ്ങളുടെ പാവലോണിന്റെ പേരുകളും അത് മാത്രമല്ല അവിടെയുള്ള റെസ്റ്റോറന്റും ഫ്ലോട്ടിംഗ് മാർക്കറ്റും കാര്യങ്ങളെല്ലാം അവിടെ അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ടിക്കറ്റ് നേരെ എൻട്രാകുമ്പോൾ തന്നെ അവിടെ ഒരു സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. നമ്മുടെ ബാഗും കാര്യങ്ങളെല്ലാം അവർ ചെക്ക് ചെയ്യും. നമുക്ക് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ഫുഡൊന്നും അകത്ത് കൊണ്ടുപോകാനുള്ള ഒരു അനുവാദം നമുക്കില്ല. വെള്ളം ഉണ്ടെങ്കിൽ വെള്ളം മാത്രം നമുക്ക് കൊണ്ടുപോകാം. സാധാരണ കൈക്കുഞ്ഞുങ്ങളെ കൊണ്ടുവരുന്നതിന് ഫുഡും കാര്യങ്ങളൊന്നും പ്രശ്നമുള്ളതല്ല. അതെല്ലാം അവർ അലൗഡ് അകത്ത് കൊണ്ടുപോകാൻ. ഞങ്ങൾ എൻ്റർ ആയ ഗേറ്റ് നമ്പർ 5ലൂടെയാണ്. അവിടെ നിന്ന് എൻ്റർ ആയപ്പോൾ തന്നെ ഭയങ്കര വിളിയും ബഹളമൊക്കെ ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ ആദ്യം കിട്ടി. പിന്നെയാണ് സംഭവം മനസ്സിലായത്. ഇങ്ങനെയുള്ള അഡ്രിനലൈൻ റഷ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരുപാട് മെഷീൻ അവിടെ ഉണ്ട് കേട്ടോ. ഞങ്ങൾ വന്നപ്പോൾ കണ്ട ജപ്പാൻ പാവലിലോട്ടാണ് ആദ്യം എൻ്റർ ആയത്. അവിടെ കയറിയിട്ട് അവിടെ ഒരുപാട് ഫുഡ് കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഒരു ഷോപ്പിലെത്തി. ചിക്കനിൽ വെച്ചിട്ടുള്ള ജാപ്പനീസ് വാക്കാണ്. അവർ പറഞ്ഞ ജപ്പാൻ ഭാഷ എനിക്ക് മനസ്സിലാവുന്ന 2-3 പ്രാവശ്യം ചോദിച്ചു എന്താണ് അതിന്റെ പേരെന്നുള്ളത്. എനിക്ക് എന്നിട്ടും മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു എന്തായാലും എടുത്തേക്ക് ചിക്കൻ്റെ. അവിടെ ചിക്കൻ, മട്ടൺ, ഒക്ടോപ്പസിന്റെ ഒക്കെ ഒരു കലവറ തന്നെ അതിനകത്തുണ്ട്. ഇതാണ് ചിക്കൻ. എന്തോ ഒരു സാധനത്തിന്റെ പേര് പറഞ്ഞു. നല്ല ചൂട് നല്ല ചൂട്. കൊള്ളാം കേട്ടോ. ജപ്പാനിൽ നിന്ന് ഫുഡും കഴിച്ച് നേരെ പുറത്തോട്ടിറങ്ങിയപ്പോൾ കണ്ടത് ഒരു ഫൺ സിറ്റിയിലോട്ടാണ്. അകത്തിരിക്കുന്നവർക്ക് പേടിയും പുറത്തു നിന്ന് നോക്കുന്നവർക്ക് നല്ല ഭംഗിയും അട്രാക്ഷനും കിട്ടുന്ന ഒരു ബട്ടർഫ്ലൈ റൈഡിലോട്ടാണ് നമ്മൾ കാണാൻ പോയത്. ഇതുപോലെ അവിടെ ഒരുപാട് ബ്രെത്ത് ടേക്കിംഗ് റൈഡുകളും അവിടെ ഉണ്ട്. അത് ഞങ്ങൾ നേരെ തായ്ലാൻഡ് പാവലോണിലാണ് കയറിയത്. അവിടെ ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്റ്റുകൾ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഞാൻ പോയത് വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കായതിനകത്ത്. പിന്നെ ആ സാധനങ്ങളൊക്കെ അധികം ആൾക്കാരും മേടിക്കുന്നുമുണ്ട്. ഡാനിക്കുട്ടനെ ഒരു കളിപ്പാട്ടം കാണിച്ചത് കാണുന്ന എല്ലാ കളിപ്പാട്ടും അവൻ കൈക്കലാക്കി തുടങ്ങി. ഇതാണ് തായ്ലാൻഡ് പാവലോണിന്റെ ഫുൾ പിക്ചർ. എത്ര? തായ്ലാൻഡിന്റെ ഐക്കോണിക്കായ ഫാബ്രിക്കേറ്റുള്ള ഹാൻഡ് ഫാൻ 10 ദിർഹമാണ് അവർ പറഞ്ഞത്. കല്യാണിക്ക് അത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ അവൾക്കത് മേടിച്ചു കൊടുത്തു. ഇവിടുത്തെ മാംഗോ സ്റ്റിക്കി റൈസ് ആണ് ഇവിടെ സ്പെഷ്യൽ ആയിട്ടുള്ളത്. 25 ദിർഹമാണ് നമ്മൾ ചോദിച്ചവൻ പറഞ്ഞത്. ഫ്രണ്ടിൽ വാങ്ങാനായിട്ട് നമ്മൾ റേറ്റ് മാറി 35 ആയി. അവരപ്പോഴെപ്പോഴും ആൾ കൂടുന്നതനുസരിച്ച് പ്രൈസ് മാറ്റിക്കൊണ്ട്. നിങ്ങൾ ഇനി ഗ്ലോബൽ വില്ലേജിൽ പോകുമ്പം ഏതെങ്കിലും പേവലിലാണ് ഫുഡ് ഓർഡർ ചെയ്യുവാണെങ്കിൽ പ്രൈസും കാര്യങ്ങളെല്ലാം കൺഫേം ചെയ്തിട്ട് വേണം ഫുഡ് ഓർഡർ ചെയ്യാൻ. ഉച്ചക്ക് നടക്കുമ്പോഴത്തേക്കും നമുക്ക് ലൊക്കേഷനൊക്കെ വിട്ടുപോകും.
അപ്പോൾ അത് മനസ്സിലാക്കാൻ ഇടയ്ക്ക് സൈൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ വാഷ്റൂമും കാര്യങ്ങളെല്ലാം നിയർ ബൈ തന്നെ ഉണ്ട്. ഇങ്ങോട്ട് നോക്കിയാലും കൂടുതലും ഫുഡ് ഷോപ്സ് മാത്രം തന്നെയാണ് കേട്ടോ ഇവിടെ. ഗ്രാൻഡ് ദാബ പഞ്ചാബി റെസ്റ്റോറൻ്റ് ആണ്. ഗ്ലോബൽ വില്ലേജിൽ അതിശയിപ്പിക്കുന്ന വേറൊരു ഏരിയയാണ് ഈ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. അവിടെ ചെറിയ കുളം പോലെ വെള്ളം നിറച്ചിട്ട് അതിന്റെ പുറത്ത് ചെറിയ 2-3 കമ്പൊക്കെ വെച്ച് ചെറിയൊരു ഷോപ്പാണ് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് എന്ന് പറയുന്നത്. നമ്മളെ നാട്ടിലുള്ള ചായ ഷോപ്പൊക്കെ ഇല്ലേ, അതുപോലെ ചെറിയ ചെറിയ ഷോപ്പ്. അത് ഓരോ രാജ്യത്തിനുണ്ട്. ഇന്ത്യയുടെ ഉണ്ട്, തായ്ലാൻഡ് ഉണ്ട്, ഫിലിപ്പീൻസിനുണ്ട്. അങ്ങനെ ഓരോ രാജ്യത്തിന്റെ ചെറിയ ചെറിയ ഷോപ്പുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മാർക്കറ്റിന്റെ ആ കോർണറിൽ നിൽക്കുവാണെങ്കിൽ നമുക്ക് നല്ല വ്യൂ കിട്ടും. നല്ല ലൈറ്റും കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. പിന്നെ ഈ പോകുന്ന അബ്രയും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ട് ആസ്വദിക്കാവുന്നതാണ്. അബ്ര കണ്ടപ്പം എല്ലാവർക്കും അതിലോട്ട് കയറാനൊരു താല്പര്യം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഒന്ന് പോയി ഒന്ന് അന്വേഷിക്കാമെന്ന് വിചാരിച്ചാൽ ഞങ്ങളെല്ലാം അതിന്റെ സെൻട്രൽ സ്റ്റേഷനിലോട്ട് പോയി. സ്റ്റേഷനിൽ ചെക്ക് ചെയ്തപ്പോഴത്തേക്കും 15 മിനിറ്റത്തേക്ക് വേണ്ടിയിട്ട് 52.50 ഫിൽസാണ് ദർഹമാണ് കൊടുക്കേണ്ടത്. അതിൽ മാക്സിമം 9 പേർക്ക് മാത്രമേ ഒറ്റ തവണ അബ്രയിൽ കയറാൻ പറ്റത്തുള്ളൂ. അതിൽ ഒരാൾ കൂടിയാൽ പോലും അവർ അവിടെ അനുവദിക്കുന്നതല്ല. കുറഞ്ഞാലും പ്രശ്നമില്ല, പക്ഷേ 9 ആൾക്കാർ കൂടുതൽ അതിനകത്ത് കയറാൻ പറ്റും. എന്തായാലും അതിലൊന്ന് കയറി എന്താണെന്ന് നോക്കാമല്ലോ. അതുകൊണ്ട് ഞങ്ങൾ കയറി ടിക്കറ്റ് എടുത്തു. പോകാം. ഇതാണ് അബ്രയുടെ ഉൾവശം. അവിടെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ ആൾക്കാരുണ്ട്. നമുക്ക് അബ്രയിൽ ഇരിക്കുന്ന ഫോട്ടോയൊക്കെ എടുക്കാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നമുക്കത് എടുക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ അബ്ര ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് ദൂരമൊന്നുമില്ല. ഈ കാണുന്ന ഈ വെള്ളക്കെട്ടിനകത്ത് ഇങ്ങനെ ചുറ്റി വരത്തേ ഉള്ളൂ, ഒരു 15 മിനിറ്റത്തേക്ക്. പിന്നെ ഇതൊക്കെ ഒരു രസം. ഈ കാണുന്നതൊക്കെ ഫ്ലോട്ടിംഗ് മാർക്കറ്റാണ് കേട്ടോ. താഴെ നല്ല സ്റ്റീലിന്റെ പൈപ്പ് കൊടുത്തിട്ട് അതിന്റെ മുകളിലാണ് ഇവര് ഓരോ ഷോപ്പ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇടത് ഭാഗത്തായിട്ട് ട്രാവലിന്റെ ഒരു ഇലുമിനേഷൻ ലൈറ്റ് നമുക്ക് കാണാം. ഈ രണ്ടിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ പോകാൻ നല്ല രസമുണ്ട്. നല്ല വ്യൂ ആണ്, കാണാൻ നല്ല രസമുണ്ട്. ഇത് അബ്ര ഓട്ടിക്കുന്ന ആള് തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു ചേട്ടനാണ്. പുള്ളി നമുക്ക് വേണ്ടിയിട്ട് ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തു തന്നു. അയാൾ അവിടെ സ്ഥിരം വോട്ട് ചെയ്യുന്നുണ്ട്. അയാൾക്ക് നല്ല ലൊക്കേഷൻ അറിയാം. ആ ലൊക്കേഷൻ അവിടെ നിർത്തിയിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസും നമുക്ക് വേണ്ട വീഡിയോസൊക്കെ പുള്ളി എടുത്തു തന്നായിരുന്നു. അങ്ങനെയൊക്കെ ഒരുപാട് സഹായം പുള്ളി ചെയ്തു. അബ്ര ഓട്ടിക്കിടാൻ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അത് പറ്റത്തില്ല എന്ന് പറഞ്ഞു. കാരണം അതിന് ചുറ്റും ക്യാമറ ഉണ്ട്. പുള്ളിയുടെ ജോലി പോകുന്നതാണ് പുള്ളി പറഞ്ഞത്. നമ്മൾ ഓട്ടിച്ച് അങ്ങനെ വീട്ടിൽ കൊണ്ടിരുന്നു. ക്യാമറ ഇരിപ്പുണ്ട്. Spitting slow, spitting fast, I could roast, I could gas. Think I'm okay at last, but I don't know if that can erase all the past. And the pettiness, a reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains at last, and to believe in what you got, it was built to last, yeah. Now that I've been put through hell, I never got anyone's help, I had to do it all myself. ടോൾ ഗേളും ടോൾ മാനും രണ്ടുപേരുണ്ടായിരുന്നു. അവരെല്ലാവരും അതിൻ്റെ അടുത്ത് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കായിരുന്നു. അവിടെ ഞാനിക്കൂട്ടും അവിടെ കാണുന്ന സാധനങ്ങളെല്ലാം വാരി പിടിക്കുകയാണ്. ടോയ് എന്ന് പറഞ്ഞത്. ഫൈനലി വി റീച്ച് ടു ഇന്ത്യൻ പാവിലോൺ. അങ്ങനെ നമ്മൾ ഇന്ത്യൻ പാവിലോൺ എത്തി. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ടാണ് മുമ്പോട്ട് പോകുന്നത്. 9 മണിയാകുമ്പോഴത്തേക്കും ഇവിടെ വെടിക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാണാൻ വേണ്ടി ആൾക്കാരെല്ലാം ഇവിടെ കൂടിയിട്ടുണ്ട്. അത് ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മളെ ഇന്ത്യൻ പാവലിന് അടുത്ത് തന്നെ നമ്മുടെ ഇന്ത്യൻ ടൈപ്പ് ഫുഡ് അവിടെ കിട്ടുന്നതാണ്. തൊട്ടടുത്ത് നല്ല റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. പക്ഷെ ഭയങ്കര വിലയാണ്. ഈവൻ ഒരു മസാല ദോശ പോലും നല്ല വിലയാണ്. സാധാ പ്ലെയിൻ ദോശയ്ക്ക് 25 ദർഹവും മസാല ദോശയ്ക്ക് 38 ദർഹമാണ് ഇവിടുത്തെ പ്രൈസ്. കറക്റ്റ് 9 മണിയാകുമ്പോഴത്തേക്കും വെടിക്കെട്ട് സ്റ്റാർട്ട് ചെയ്തു. വെടിക്കെട്ടെല്ലാം ആസ്വദിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഇന്ത്യൻ പാവലിന് അകത്തോട്ട് കയറി. അവിടെ ഒരുപാട് ഷോപ്പുകളുണ്ട്. എല്ലാം 1 ദർഹം 2 ദർഹം ആ റേഞ്ചിൽ തന്നെയാണ് സാധനങ്ങളെല്ലാം കൊടുത്തിരുന്നത്. സ്റ്റേജ് ഷോ കാണാമെന്ന് പ്രതീക്ഷിച്ചാണ് അതിനകത്തോട്ട് കയറിയത്. പക്ഷേ അവിടെ ചോദിച്ചപ്പോഴത്തേക്കും സ്റ്റേജ് ഷോ എല്ലാം നേരത്തെ കഴിഞ്ഞ് 7 മണിയപ്പോൾ കഴിഞ്ഞെന്ന് പറഞ്ഞ്. ഇനി അവർക്കൊരു 11 മണിക്ക് എങ്ങാണ്ടോ മെയിൻ സ്റ്റേജിൽ അവരുടെ ഷോ ഉണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്.
നിങ്ങൾ ആരെങ്കിലും മസാല സോഡ കഴിച്ചിട്ടുണ്ടോ? ഞങ്ങൾ അവിടുത്തെ മെനുവിൽ മസാല സോഡ എന്നൊരു പേര് കണ്ടു. അങ്ങനെ ഞങ്ങൾ 4 പേരും മസാല സോഡയ്ക്ക് വേണ്ടി ഓർഡർ കൊടുത്തു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. സൂപ്പർ. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വഴിയരികിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ വരച്ചിരുന്നത്. ലൈവായിട്ട് വരച്ചു തരും. നമ്മുടെ ഏത് സ്റ്റൈലിൽ നിന്നാലും അവർ ലൈവായിട്ട് നമ്മളെ നോക്കി വരച്ചു തരുന്നത്. ഞങ്ങൾ അത് കഴിഞ്ഞ് നേരെ പോയത് സൗത്ത് ആഫ്രിക്കയിലെ പാവലോണിലാണ്. അവിടുത്തെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമല്ലോ, ഷിയ ബാട്ടറാണ് അവിടുത്തെ പ്രത്യേകത. പല വ്ളോഗേഴ്സും അവിടെ വന്ന് ഇതിനെക്കുറിച്ച് വ്ളോഗ് ഇട്ടിട്ടുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവർ ഡെമോൺസ്ട്രേഷനായിട്ട് നമ്മുടെ കൈയൊക്കെ സ്ക്രബ് ചെയ്ത് വാഷ് ചെയ്ത് ക്ലീനായി കാണിച്ചു തരും. ഇത്രയും നന്നായി ക്ലീൻ ആവുന്നുണ്ട്, അതുകൊണ്ട് സ്ക്രബ് മേടിക്കണമെന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ജിൻസിയുടെ അഭിപ്രായത്തിൽ നമ്മുടെ കൈയൊക്കെ സൂക്ഷിച്ചോണം. കയ്യിൽ മോതിരമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് സ്വർണ്ണം പോകാനോ അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ അവർ വാഷ് ചെയ്ത് അവരെ ബക്കലിട്ട് ഒഴിക്കുമ്പോൾ അത് മിസ്സാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ഡെമോൺസ്ട്രേഷൻ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഗോൾഡൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റിയിട്ട് വേണം ചെയ്യാനായിട്ട്. നമ്മൾ ശ്രദ്ധിച്ചില്ല, നമ്മൾ ചെയ്തതിന് ശേഷമാണ് ഈ കാര്യം ഓർത്തത്. നമ്മൾ അവസാനം എത്തിയത് ഒരു ഫൺ സിറ്റിയിലാണ്. അവിടെ കുട്ടികൾക്ക് വേണ്ട ഒരുപാട് റൈഡുകൾ അവിടെ ഉണ്ട്. അതെല്ലാം നമ്മൾ എടുക്കണമെങ്കിൽ നമ്മുടെ ചെറിയൊരു കൗണ്ടർ ഉണ്ട്. അവിടെ പോയി അവിടെ പേയ്മെന്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്നൊരു കാർഡ് കിട്ടും. ആ കാർഡ് കൊണ്ടുവന്ന് ഇതിലെ ഇലക്ട്രോണിക്കിൽ സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ ഗെയിംസ് കളിക്കാൻ പറ്റുന്നത്. ചാടല്ലേ, ചേട്ടനോട് കാണണേ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊറിയൻ പാവിലോണിലാണ്. കൊറിയൻ കോസ്മെറ്റിക് ഐറ്റം ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റിയ നല്ലൊരു ചോയ്സാണ് ഈ ഒരു പാവിലോൺ. പ്രൈസിനായിരുന്നാലും പ്രോഡക്റ്റ് ആയിരുന്നാലും അത്യാവശ്യം ക്വാളിറ്റി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവിടെ നിന്ന് എല്ലാം പറഞ്ഞു തരാനുള്ള സ്റ്റാഫും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഫ്രൈസ് ആൻഡ് ചിപ്സ് കണ്ടപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ പാവലോണിലും കയറി എല്ലാ പ്രോഗ്രാമും സ്റ്റേജും കണ്ടിട്ട് ഞങ്ങൾ നേരെ എക്സിറ്റിലോട്ട് ഇറങ്ങുകയാണ്. എക്സിറ്റിൽ അവിടെ ഇരിക്കുന്ന എക്സിറ്റിൻ്റെ പേര് ഹാപ്പിനെസ് ഗേറ്റ് എന്നാണ്. ഞങ്ങൾ കയറിയത് വേറൊരു വഴി, ഇറങ്ങുന്ന വേറൊരു വഴിയിലാണ്. ഇതാണ് ഗ്ലോബൽ വില്ലേജിൻ്റെ മെയിൻ ഗേറ്റ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. ഞാൻ മാക്സിമം ഷോർട്ടായിട്ടാണ് എൻ്റെ വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോയും അപ്പം തന്നെ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയി കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോകളുമായിട്ട് വീണ്ടും കാണാം.